ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള അടപ്രഥമൻ തന്നെയാണ്. ഇപ്പോൾ ഈ അടയുടെ പാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ചുവന്ന അടയാണ്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കട്ടിയുള്ള റിബൺ പോലത്തുള്ള വെളുത്ത അടല്ലേ, അതും യൂസ് ചെയ്യാം. അതായത് നീളത്തിലുള്ളത് അതായാലും കുഴപ്പമില്ല, അത് പൊട്ടിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്, ചുവന്ന അട, അതായത് മട്ടപ്പച്ചരിയുടെ അട. ഇതിപ്പോൾ ഒരു സൂരജ് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, തരക്കടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ഇത് അത്യാവശ്യം കുറച്ചിങ്ങനെ കട്ടിയുള്ള അടയാണ്. അപ്പോൾ ഞാനൊരു 3/4 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതുകൊണ്ട് പാലട ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, അടപ്രഥമൻ തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അട നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. പാലട ഉണ്ടാക്കാനുള്ളത് ചുവന്ന അരിയുടെ അട വേറെ കിട്ടും കേട്ടോ. ഇതിനി കുക്കറിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് വെന്തിട്ട് കൂടുതൽ സ്റ്റാർച്ച് പോയി കിട്ടും. ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 3-4 മിനിറ്റ് കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള അടയവ് കാരണം ഇതിനൊരു 4 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിൻ്റെ ശേഷമാണ് തുറന്നത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം. അരിപ്പയിൽ ഊറ്റിയെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ പറയുന്ന ഈ 4 മിനിറ്റ് ഞാൻ ഉപയോഗിച്ച അടയുടെ വേവാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അട ഏത് ബ്രാൻഡാണ് അതിനനുസരിച്ച്, അതുപോലെ അടയുടെ കട്ടി, അതിൻ്റെ വേവിനനുസരിച്ച് ടൈമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വെന്തിങ്ങനെ വല്ലാതെ പേസ്റ്റ് പോലെയൊന്നും ആവരുത്. ഇപ്പോൾ കണ്ടില്ലേ, വേറെ വേറെ കിടക്കുന്നുണ്ട്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ബ്രാൻഡൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ആദ്യം ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് അധികം വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അടയുടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഈ അട വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് സാബുദാന ഒന്ന് കുതിർത്തി വെച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു നന്നായിട്ട് കഴുകിയിട്ട് സാബുദാന ഒരു 2 മണിക്കൂർ കുതിർത്തിയിട്ട് ഈ അട വേവിക്കുമ്പോൾ കുക്കറിലിട്ടിട്ട് അടയുടെ കൂടെ വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ അതിൽ സാബുദാനയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചേർക്കേണ്ടവർക്ക് ഒരു 1/4 കപ്പ് ചേർത്തിട്ട് വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും അട എത്രയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഏതാണ്ട് ഒരു ഇരട്ടി വെച്ചിട്ടാണ് ശർക്കര എടുക്കുക. ഇരട്ടി ആകുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു 50 ഗ്രാമൊക്കെ കുറച്ചിട്ട്, ഇരട്ടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 75 ഗ്രാമൊക്കെ കുറച്ചിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. ഏതാണ്ട് ഒരു 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ ശർക്കര ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ഒഴിക്കുക. ആ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ അടയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അട ശർക്കരയിലേക്ക് ചേർക്കുന്ന ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി. അത് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. വെള്ളം ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആവരുത്. ഒരുവിധം അങ്ങനെ പകുതി 3/4 ഒരു വറ്റി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്താൽ മതി. ഇനി നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടി നെയ്യ് ചേർത്തു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ ശർക്കര നന്നായിട്ട് ഈ അടയിലേക്ക് പിടിക്കണം. ഒരു 8-10 മിനിറ്റ് എടുത്തെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അടയിലേക്ക് ശർക്കര പിടിച്ചിട്ടില്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് 2ാം പാലാണ് ഒഴിക്കുന്നത്. അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ്. ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും. അതൊരു 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതാ 2ാം പാൽ ഒഴിച്ചിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ,
അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ നിങ്ങൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ കട്ടിക്കനുസരിച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ശർക്കര ഇട്ടിട്ടുള്ള പായസത്തിന് കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, ഏലക്കാപ്പൊടി മാത്രം ചേർത്താൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക, തിളക്കരുത്. ഇപ്പോൾ പായസമൊക്കെ റെഡിയായി, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടിയും കട്ടിയാവും പായസം. നമ്മുടെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി ആവശ്യത്തിന് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 8-10 കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊതുവേ കിസ്മിസ് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല, വേണ്ടവർക്ക് ചേർക്കാം. ചിലപ്പോൾ പായസം കേട് വന്ന് പോകാനും ചാൻസ് ഉണ്ട് കിസ്മിസ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്